ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് എഡ്യൂക്കേഷണൽ ഫിലോസഫേഴ്സിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് പേഴ്സൺ ജീൻ ജാക്ക് റൂസോയാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1712 ആണ്. 1712 ടു 1778 വരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആയിരുന്നു, അതേപോലെ എഡ്യൂക്കേഷണൽ തിങ്കർ ആയിരുന്നു. ഫാദർ ഓഫ് നാച്ചുറലിസം എന്ന് അറിയപ്പെടുന്ന ജീൻ ജാക്ക് റൂസോയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ബുക്കാണ് ഇമിലി. 1762 പബ്ലിഷ് ചെയ്തിരുന്നത്. ബിലീവ്ഡ് ദാറ്റ് ചിൽഡ്രൻ ആർ നാച്ചുറലി ഗുഡ്. അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് കുട്ടികളൊക്കെ നാച്ചുറലി ഗുഡ് ആണെന്നാണ് ബിലീവ് ചെയ്തിരുന്നത്. അതേപോലെ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. എംബസൈസ്ഡ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ദ ചൈൽഡ്സ് നേച്ചർ ആൻഡ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഫേവേർഡ് ലേണിംഗ് ത്രൂ നേച്ചർ ആൻഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. കുട്ടികൾ നേച്ചറിലൂടെയും ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെയൊക്കെ പഠിക്കുന്നതായിരുന്നു അദ്ദേഹം. അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു റൂസോ എന്ന് പറയുന്നത്. അതേപോലെ റോട്ട് ലേണിംഗ്, അതേപോലെ എക്സസീവ് ഡിസിപ്ലിനൊക്കെ അദ്ദേഹം ഒപ്പോസ് ചെയ്തു. ഇപ്പോൾ കുട്ടികൾ ടീച്ചേഴ്സ് പറയുന്ന കണ്ടൻറ്റ് അതേപോലെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനോടൊന്നും അദ്ദേഹം യോജിച്ചിരുന്നില്ല. അതിനൊക്കെ അദ്ദേഹം ഒപ്പോസ് ചെയ്തിരുന്നു. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ ടീച്ചറിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ടീച്ചർ ആസ് എ ഗൈഡ് ആൻഡ് ഫെസിലിറ്റേറ്ററാണ്. എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നാച്ചുറലാണ്, അതേപോലെ ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡാണ്. ഇതിലിപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഇത് ഓർക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കീവേഡ്സ് നമുക്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ് നേച്ചറാണ്. നേച്ചർ, അതേപോലെ ഫ്രീഡം, ചൈൽഡ് സെൻറ്റേർഡ് എക്സ്പീരിയൻസ്, സിമിലി, ഇതെല്ലാം റൂസോയുമായി റിലേറ്റ് ചെയ്യുന്ന കീവേഡ്സാണ്. നമ്മുടെ സെക്കൻഡ് പേഴ്സണാണ് ജോൺ ഡൂവി എന്ന് പറയുന്നത്. അദ്ദേഹം 1859 ടു 1952 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അമേരിക്കൻ ഫിലോസഫറാണ്, അതേപോലെ എഡ്യൂക്കേഷണൽ റിഫോർമറാണ്. ഫാദർ ഓഫ് പ്രാഗ്മാറ്റിസം ഇൻ എഡ്യൂക്കേഷൻ എന്നറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. 1916 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ലേണിംഗ് ബൈ ഡൂവിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതാണ്. കുട്ടികൾ ചെയ്ത് പഠിക്കുന്നതിനാണ് അദ്ദേഹം കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ബിലീവ്ഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. അതേപോലെ സപ്പോർട്ടഡ് ആക്ടിവിറ്റി ബേസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ബേസ്ഡ് ലേണിംഗ്. അദ്ദേഹം ആക്ടിവിറ്റി ബേസ്ഡും അതേപോലെ കുട്ടികൾ എക്സ്പീരിയൻസിൽ നിന്ന് അവർ പഠിക്കുന്നതിന് ലേണിംഗ് ബൈ ഡൂയിങ്ങിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതേപോലെ അദ്ദേഹം കൺസിഡർ ദ സ്കൂൾ ആസ് എ മിനിയേച്ചർ സൊസൈറ്റി. സ്കൂൾ ഒരു മിനിയേച്ചർ സൊസൈറ്റി ആയിട്ട് കൺസിഡർ ചെയ്തു. അദ്ദേഹം കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നത് എന്തിനൊക്കെയാണ്? പ്രോബ്ലം സോൾവിങ്ങിനും ക്രിറ്റിക്കൽ തിങ്കിങ്ങിനൊക്കെയാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത് ടീച്ചർ ആസ് എ ഓർഗനൈസർ ആൻഡ് ഗൈഡ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആണ്. എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ എഫിഷ്യൻസി ആൻഡ് ഡെമോക്രാറ്റിക് ലിവിങ് ആണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കീവേഡ്സ് ആണ് പ്രാഗ്മാറ്റിസം, അതേപോലെ ലേണിംഗ് ബൈ ഡൂയിങ്, ഡെമോക്രസി, എക്സ്പീരിയൻസ്, പ്രോബ്ലം സോൾവിങ് ഒക്കെ. നമ്മുടെ തേർഡ് പേഴ്സണാണ് മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത്. 1870 മുതൽ 1952 വരെയാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റാലിയൻ എഡ്യൂക്കേറ്ററാണ്, അതേപോലെ ഫിസിഷ്യനാണ്. ഫൗണ്ടർ ഓഫ് ദ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ, അതിൻ്റെ ഫൗണ്ടറാണ്. മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടറാണ്. ഫേമസ് ബുക്കാണ് ദ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അതേപോലെ ബിലീവ്ഡ് ദാറ്റ് ചിൽഡ്രൻ ലേൺ നാച്ചുറലി ത്രൂ ആക്ടിവിറ്റിയിലൂടെ ചിൽഡ്രൻസ് നാച്ചുറലി പഠിക്കും എന്നാണ് ആൾ വിശ്വസിച്ചിരുന്നത്. സപ്പോർട്ടഡ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ, അതേപോലെ സെൻസറി ലേണിങ്ങിന്, സെൽഫ് ലേണിങ്ങിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് എ പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ്, അതേപോലെ സപ്പോർട്ടഡ് ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ്. ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു ഒബ്സർവർ, അതേപോലെ ഫെസിലിറ്റേറ്ററാണ്. എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ്, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ്. കീവേഡ്സ് ഓർത്തിരിക്കേണ്ട മോണ്ടിസോറി മെത്തേഡ്, സെൽഫ് ലേണിംഗ്, സെൻസറി എഡ്യൂക്കേഷൻ, പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ്, ഇൻഡിപെൻഡൻസ്, ഇതൊക്കെയാണ് മരിയ മോണ്ടിസോറിൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കീവേഡ്സ് ഓർത്തിരിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൂസോയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നേച്ചർ, ഫ്രീഡം, ചൈൽഡ് സെൻറ്റേർഡ് എക്സ്പീരിയൻസ്, സിമിലിക്കാണ് കീവേഡ്സ്. ജോൺ ഡുവിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കീവേഡ്സ് പ്രാഗ്മാറ്റിസം, ലേണിംഗ് ബൈ ഡൂയിങ്, ഡെമോക്രസി, എക്സ്പീരിയൻസ്, പ്രോബ്ലം സോൾവിങ് ഒക്കെയാണ്. മരിയ മോണ്ടിസോറിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കീവേഡ്സ് മോണ്ടിസോറി മെത്തേഡ്, സെൽഫ് ലേണിംഗ്, സെൻസറി എഡ്യൂക്കേഷൻ, പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ്, ഇൻഡിപെൻഡൻസ് ഒക്കെയാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 ആളുകളെക്കുറിച്ചാണ്. 3 ഇമ്പോർട്ടൻറ്റ് എഡ്യൂക്കേഷണൽ ഫിലോസഫേഴ്സിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ ജീൻ ജാക്ക് റൂസോ, സെക്കൻഡ് വൺ
മരിയ മോണ്ടിസോറി ആൻഡ് ജോൺ ഡൂവിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.